ഹായ് ഫ്രണ്ട്സ്, മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയാലോ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ? വാ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പൊടി എടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ഒന്ന് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് കട്ടകൾ ഒട്ടും തന്നെ ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് മാവ് ലൂസായും പോകാൻ പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടും ആവാൻ പാടില്ല. ആ കണക്കിന് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും തന്നെ കട്ട പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവൊന്ന് കലക്കിയെടുത്താൽ മതിയാവും. ഇത്ര ആയി കഴിയുമ്പോൾ നമുക്ക് മാവ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണ്ട. ഇതിനകത്ത് നമുക്ക് ഒരു ഫില്ലിങ് കൂടെ തയ്യാറാക്കി എടുക്കാം അകത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അതെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടുതൽ എല്ലാ സാധനങ്ങളും കൂടുതലായിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കുക, പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് 2 ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതും കൂടെ ഇട്ടൊന്ന് വഴറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വെക്കണ്ട. നമുക്ക് രാവിലെ വേറെ പ്രത്യേകിച്ച് കറി വെക്കാനുള്ള സമയമൊന്നും ആവത്തില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി പഴുത്തതും കൂടെ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് വഴന്നൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കി വേണം ഇടാൻ. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ക്യാരറ്റിന് വലിയ വേവൊന്നുമില്ല, അത് പെട്ടെന്നൊന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് പോയി മാറിക്കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ. ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെ 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 നന്ദി കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചിക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് ഇതാക്കി എടുക്കരുത് കേട്ടോ. ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ മുട്ട നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുത്തി ഒന്ന് നമുക്ക് പീസാക്കി എടുക്കാം. ചെറിയ പീസാക്കി ഒന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ക്യാരറ്റൊക്കെ ചേർത്തല്ലേ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് തോർത്തിയെടുക്കാം.
നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ലഞ്ചിനായിട്ട് കൊടുത്തു വിടാനും നല്ലൊരു സ്നാക്സ് തന്നെ കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുക. ഈ മല്ലിയിലയൊക്കെ ചേർത്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണവും നല്ല ടേസ്റ്റും കിട്ടും. മല്ലിയിലയുടെ മണം ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ പാനൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ദോശമാവ് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പരത്തി ഒരു ഭാഗം ഒന്നും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി മൂത്ത് പോകണ്ട. ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ഫില്ലിംഗ് ഇല്ലേ, അത് ഈ ദോശയുടെ നടുഭാഗത്തായിട്ട് സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു വശത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇനി ഈ സൈഡെല്ലാം ഒന്ന് ആ ചട്ടുകം കൊണ്ട് നമുക്കൊന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഈ ഫില്ലിംഗ് ഒട്ടും പുറത്ത് പോകത്തുമില്ല. അതെല്ലാം നല്ലപോലെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. സൈഡ് നല്ലപോലെ ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള അല്പം ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഒരു വശം നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് ആ വശം അതുപോലെ മൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടോ. ഇനി ഓയിൽ വേണ്ടാന്നുള്ളവർക്ക് ബട്ടറോ അതുപോലെ തന്നെ നെയ്യായാലും ചേർക്കാം കേട്ടോ. മക്കൾക്കാകുമ്പോൾ നമ്മൾ ഇത് മുളക് പൊടി ചേർക്കുന്നത് കുരുമുളക് പൊടി ഒന്ന് കുറച്ചിട്ട് ബട്ടറിലോ നെയ്യിലൊക്കെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി അത് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അറിഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അവർ ഇതൊന്ന് കണ്ട് ചെയ്യത്തക്കവണ്ണം അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരെണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കാണിക്കുന്നുണ്ട്. സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. അതല്ലാതെ പനീർ ചേർത്ത് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.